ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ ബാല്യകാല പരിശീലകനാണ് രമാകാന്ത് അച്രേക്കർ. ക്രിക്കറ്റ് താരങ്ങളായ വിനോദ് കാംബ്ലി, രമേഷ് പവാർ, സഞ്ജയ് പങ്കർ, പരാസ് ആംബ്രെ എന്നിവരും അച്രേക്കറുടെ ശിഷ്യന്മാരായിരുന്നു. 2019 അദ്ദേഹം അന്തരിച്ചു. മുംബൈയിൽ രമാകാന്ത് അച്രേക്കറുടെ അനുസ്മരണം കഴിഞ്ഞ ദിവസമാണ് സംഘടിപ്പിച്ചിരുന്നത്. സച്ചിൻ, കാംബ്ലി, സഞ്ജയ് പങ്കർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ബാല്യകാല സുഹൃത്തുക്കളായ സച്ചിൻ കാംബ്ലി കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വേദിയിൽ ഇരിക്കുകയായിരുന്നു കാംബ്ലി. വേദിയിലെത്തിയ സച്ചിൻ നേരെ സുഹൃത്തിന്റെ അരികിലേക്കാണ് നടന്നത്. ടെണ്ടുൽക്കർ കാംബ്ലിയുടെ കൈപിടിച്ച് സംസാരിക്കാൻ തുടങ്ങി. കാംബ്ലിയും ഏറെ ആവേശത്തോടെയാണ് ബാല്യകാല സുഹൃത്തിനോട് സംസാരിച്ചത്. സച്ചിന്റെ കൈവിടാതെ കാംബ്ലി വൈകാരികമായി സംസാരിച്ചു കൊണ്ടേയിരുന്നു. സംഘാടകൻ ആവശ്യപ്പെട്ടിട്ടും കാംബ്ലി സച്ചിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് സംസാരിച്ചു. ചടങ്ങിൽ അച്രേക്കറിന് വേണ്ടി പാട്ടുപാടിയും കാംബ്ലി അത്ഭുതപ്പെടുത്തി. സച്ചിനെയും കാംബ്ലിയെയും താരതമ്യപ്പെടുത്തിയും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരാൾ ഉയർച്ചയുടെ കൊടുമുടി കയറി, രണ്ടാമൻ തകർച്ചയുടെ പടുകുഴിയിലും. സച്ചിനും കാംബ്ലിയും സംസാരിക്കുമ്പോൾ കണ്ണുകൾ ഈറനണിയുന്നു എന്ന കമന്റുകളും വരുന്നുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് എഴുന്നേറ്റ് നിൽക്കാൻ മറ്റൊരാളുടെ സഹായം തേടുന്ന വിനോദ് കാംബ്ലിയുടെ വീഡിയോ പുറത്തു വന്നിരുന്നു. ക്രിക്കറ്റ് ഇതിഹാസത്തിനൊപ്പം ഇതിഹാസ തുല്യമായ തുടക്കം ലഭിച്ച കാംബ്ലിയുടെ അവസ്ഥ ഹൃദയഭേദകമായിരുന്നു. സ്കൂൾ പഠനകാലത്ത് സച്ചിൻ വിനോദ് കാംബ്ലി കൂട്ടുകെട്ട് നേടിയ 664 റൺസ് ഇരുവരുടെയും ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി. പിന്നാലെ രഞ്ജി ട്രോഫി പരമ്പരയിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടി ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചു. തുടർന്ന് വിനോദ് കാംബ്ലിയും ഇന്ത്യൻ ടീമിലെത്തി. സച്ചിൻ ആദ്യ അന്താരാഷ്ട്ര സെഞ്ചുറി തികയ്ക്കാൻ കുറച്ചു വർഷമെടുത്തപ്പോൾ വിനോദ് കാംബ്ലി തന്റെ രണ്ടാം ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി നേടി ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ചു. ആദ്യ 7 ടെസ്റ്റ് മത്സരങ്ങളിൽ 2 ഇരട്ട സെഞ്ചുറികൾ ഉൾപ്പെടെ നിരവധി സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. എന്നാൽ പിന്നീടുള്ള 10 ഇന്നിംഗ്സുകളിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും വിനോദ് കാംബ്ലിക്ക് നേടാനായില്ല. ഒടുവിൽ 17 ടെസ്റ്റുകളിലും 104 ഏകദിനങ്ങളിലും അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് ജീവിതം അവസാനിച്ചു. പിന്നീട് 2000-ൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയും നിരവധി വിവാദങ്ങളിൽ അകപ്പെടുകയും ചെയ്തു. സച്ചിൻ ടെണ്ടുൽക്കറിനേക്കാൾ കഴിവുള്ളയാളെന്ന് കാംബ്ലിയെക്കുറിച്ച് പറയുമ്പോഴും പണവും പ്രശസ്തിയും അദ്ദേഹത്തിനെ വഴിതെറ്റിച്ചെന്നാണ് വിമർശകർ പറയുന്നത്. കഴിവ് മാത്രമല്ല ഒരാളെ കരിയറിലും ജീവിതത്തിലും വിജയിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം കൂടി ഇതിന് പിന്നിലുണ്ട്. അതാണ് ഭാഗ്യം. ക്രിക്കറ്റ് ബോർഡിന്റെ പിന്തുണയുടെ കാര്യത്തിലും സച്ചിന് കാംബ്ലിയേക്കാൾ ഭാഗ്യമുണ്ടായിരുന്നു. സച്ചിന്റെ 79ാം മത്സരത്തിലാണ് തന്റെ ആദ്യ ഏകദിന സെഞ്ചുറി നേടിയത്. മറ്റൊരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാരനും തന്റെ ആദ്യ സെഞ്ചുറി നേടുന്നതിന് മുമ്പ് ഇത്രയധികം അവസരങ്ങൾ ലഭിക്കില്ല. അക്കാര്യത്തിൽ സച്ചിൻ തീർച്ചയായും വളരെ ഭാഗ്യവാനായിരുന്നു. മറുവശത്ത് വെസ്റ്റ് ഇൻഡീസിനും ന്യൂസിലൻഡിനുമെതിരായ 2 പരമ്പരകളിൽ പരാജയപ്പെട്ടപ്പോൾ കാംബ്ലിയെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നിന്ന് ഒഴിവാക്കി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഫീൽഡിന് പുറത്തുള്ള പെരുമാറ്റമാവാം അദ്ദേഹത്തെ പുറത്താക്കാൻ കാരണം. ഒരുപക്ഷെ BCCയിൽ നിന്ന് അല്പം കൂടി അനുകമ്പ കിട്ടിയിരുന്നെങ്കിൽ ബ്രയൻ ലാറയെ പോലെ ഒരു ബാറ്റ്സ്മാനെ വിനോദ് കാംബ്ലിയിലൂടെ നമുക്ക് കിട്ടുമായിരുന്നു.